ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഡ്രീം ജേണി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട്. നമ്മുടെ പഴയ പോസ്റ്റേജ് സ്റ്റാമ്പുകളും അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും ഇനിയുള്ള അങ്ങോട്ടേക്ക് ഓരോ കൺട്രിയുടെ സ്റ്റാമ്പുകളും അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനോട് താല്പര്യമുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. എൻ്റെ കയ്യിൽ ഏകദേശം 90 എബവ് കൺട്രീസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റാമ്പുകളുണ്ട്. അതുപോലെ തന്നെ സെയിം സ്റ്റാമ്പ് തന്നെ 2-3 പീസുള്ളതും ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതിനോട് കൂടുതൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനോട് താല്പര്യമുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കുന്നതാണ്. ഞാനുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മാത്രം മതി. ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഇന്ത്യൻ സ്റ്റാമ്പുകളും അതിൻ്റെ ഡീറ്റെയിൽസും, സീരീസ് ബേസ് വരുന്ന സ്റ്റാമ്പുകളുണ്ട്, അതേപോലെ തന്നെ മറ്റ് പഴയ വിൻറ്റേജ് ടൈപ്പ് സ്റ്റാമ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ സ്റ്റാമ്പുകൾ, ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റാമ്പുകളിൽ നിന്ന് തുടങ്ങാം. ഡെയിലി ഒരു 10 സ്റ്റാമ്പുകളും അതിൻ്റെ ഡീറ്റെയിൽസും ആയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റാമ്പുകളാണ്, അതായത് ഒരു സീരീസ് തന്നെ വരുന്നതാണ്. സെയിം ഡേറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള സ്റ്റാമ്പുകളാണ്. എല്ലാം എഴുത്തുകാരെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള സ്റ്റാമ്പുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങാം. അതിനുശേഷം നമുക്ക് വിൻറ്റേജ് സ്റ്റാമ്പുകളും മറ്റ് സ്റ്റാമ്പുകളെ കുറിച്ചിട്ടും ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കാം. സീരീസ് സ്റ്റാമ്പിൽ ഫസ്റ്റ് വൺ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടാഗോറിനെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ വരുന്നത് 12 ഇന്ത്യൻ അണയാണ്. കൺട്രി ഇന്ത്യ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് 25x41 mm ആണ്. സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 1952-10-1 അതുപോലെ തന്നെ ഇത് ഏകദേശം 26 ലക്ഷം പ്രിന്റ് റൺ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ നോക്കാം. സെയിം സീരീസിൽ വരുന്നതാണ്. ഈ സീരീസ് മൊത്തം എഴുത്തുകാരുമായി ബന്ധപ്പെട്ടിട്ടാണ്, അതുകൊണ്ട് എല്ലാ എഴുത്തുകാരുടെ സീരീസാണ് ഇതിലുള്ളത്. സെയിം സ്റ്റാമ്പ് ഇന്ത്യൻ സ്റ്റാമ്പാണ്. ഇഷ്യൂ ചെയ്തിട്ടുള്ള സെയിം ഡേറ്റ് ആണ് 1952-10-1. ഏകദേശം 1,43,00,000 പ്രിന്റ് റൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ വരുന്നത് 1 അണയാണ്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് തുളസീദാസ് ആണ്, പോയറ്റാണ്. തുളസീദാസിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. തേർഡ് വൺ സുർദാസ്. ഇത് സെയിം ആണ്. 1952-10-1 സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. കൺട്രി ഇന്ത്യ ആണ്. ഇതിൻ്റെ വാല്യൂ വരുന്നത് 4 അണയാണ്. പിക്ചർ വരുന്നത് സുർദാസ്, എഴുത്തുകാരനാണ്. 25 mm x 41 mm ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മീരാബായി. സെയിം എഴുത്തുകാരിയാണ്. പോസ്റ്റേജ് ഇന്ത്യയാണ് കൺട്രി വരുന്നത് സ്റ്റാമ്പിൻ്റെ. ഇഷ്യൂ ചെയ്ത ഡേറ്റ് സെയിം ആണ്. ഇതൊരു സീരീസ് ആയതുകൊണ്ട് എല്ലാ സ്റ്റാമ്പും ഇഷ്യൂ ചെയ്ത ഡേറ്റ് സെയിം ആണ്, 1952-10-1. ഇത് ഏകദേശം 93 ലക്ഷം പ്രിന്റ് റൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ മുകളിൽ കൊടുത്തതുപോലെ തന്നെ 2 ഇന്ത്യൻ അണയാണ്. സൈസ് വരുന്നത് സെയിം ആണ്, 25x41 mm ആണ്. കളർ ഓറഞ്ച് റെഡ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വൺ സെയിം ആണ്, ഇന്ത്യൻ കൺട്രിയാണ്. അതുപോലെ തന്നെ പേര് ഫോട്ടോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗലീബാണ്, പോയറ്റാണ്. വാല്യൂ വരുന്നത് 4.5 ഇന്ത്യൻ അണയാണ്. സൈസ് വരുന്നത് 25x41 mm തന്നെയാണ്. ഏകദേശം 41 ലക്ഷം പ്രിന്റ് ഇത് റണ്ണ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ സ്റ്റാമ്പ് കൺട്രി ഇന്ത്യ ആണ്. അതുപോലെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കബീർ, എഴുത്തുകാരനാണ്. ഇതിൻ്റെ വാല്യൂ വരുന്നത് 9 ഇന്ത്യൻ പൈസയാണ്. ബാക്കി നമ്മൾ ഇതിനു മുമ്പ് കണ്ട സ്റ്റാമ്പുകളൊക്കെ ഇന്ത്യൻ അണയായിരുന്നു. ഇത് പൈസയാണ് വരുന്നത്, വാല്യൂ വരുന്നത്. ഏകദേശം 1,53,00,000 പ്രിന്റ് ഇത് റണ്ണ് ചെയ്തിട്ടുണ്ട്. സീരീസ് സ്റ്റാമ്പ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വിൻറ്റേജ് സ്റ്റാമ്പുകളാണ് ഇതൊക്കെ. കൺട്രി വരുന്നത് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ വരുന്നത് 3 ഇന്ത്യൻ അണയാണ്. അതിൻ്റെ പണ്ടത്തെ സീലും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. 3 അണയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. 1937-12-15 ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് വരുന്നത് 41x25 mm ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തീം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹെഡ് ഓഫ് സ്റ്റേറ്റ്, റോയാലിറ്റി, പോസ്റ്റൽ സർവീസ്, ഹോഴ്സ്, ആനിമൽസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസിലാണ് തീം റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റാമ്പ് വരുന്നത് കൺട്രി ഇന്ത്യ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നെയിം, അതായത് സീരീസ് നെയിം വരുന്നത് കിങ് ജോർജ് 5 ആണ് സീരീസ് നെയിം വരുന്നത്. ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 1932
ഇതിൻ്റെ വാല്യൂ വരുന്നത് 1.3 അണയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് 21x25 mm ആണ്. ഇതിൻ്റെ തീം വരുന്നത് ഹെഡ് ഓഫ് സ്റ്റേറ്റ്, റോയാലിറ്റി, ഫേമസ് പീപ്പിൾ, കിങ്, മെൻ, ക്രൗൺ, ഈ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ തീം വരുന്നത്. നെക്സ്റ്റ് വൺ സെയിം ഇന്ത്യൻ പോസ്റ്റേജ് ആണ്. ഇതിൻ്റെ സീരീസ് നെയിം വരുന്നത് കിങ് ജോർജ് 6 ആണ്. അതുപോലെ തന്നെ ഇത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 1942 10/1 വാല്യൂ വരുന്നത് അര അണയാണ്. അര ഇന്ത്യൻ അണയാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തീം വരുന്നത് സെയിം ആണ്, ഹെഡ് ഓഫ് സ്റ്റേറ്റ്, റോയാലിറ്റി, ഫേമസ് പീപ്പിൾ, കിങ്, മെൻ, ക്രൗൺ, ആ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ തീം വരുന്നത്. സൈസ് വരുന്നത് 21x25 mm ആണ്. നെക്സ്റ്റ് വൺ കൺട്രി വരുന്നത് ഇന്ത്യ ആണ്. പേര് വരുന്നതും കിങ് ജോർജ് 6 തന്നെയാണ്. ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡേറ്റ് 1942 9/1 ഇതിൻ്റെ വാല്യൂ വരുന്നത് 1.5 ഇന്ത്യൻ അണയാണ്. അതേപോലെ തന്നെ സൈസ് വരുന്നത് 21x25 mm ആണ്. ഇതിൻ്റെ സെയിം നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ട പോലെ തന്നെയാണ് തീം വരുന്നത്, ഹെഡ് ഓഫ് സ്റ്റേറ്റ്, റോയാലിറ്റി, ഫേമസ് പീപ്പിൾ, കിങ്, മെൻ, ഈ രീതിയിലൊക്കെ തന്നെയാണ് ഇതിൻ്റെ തീം വരുന്നത്. നമുക്ക് സ്റ്റാമ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ഇതേപോലത്തെ ഒരു പ്ലക്കർ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ബൈ ഹാൻഡ് യൂസ് ചെയ്യുന്നത് ഡാമേജ് ആവാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. നമുക്ക് ഈ കോർണറുകളും കാര്യങ്ങളൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മാക്സിമം പ്ലക്കർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ലതാണ്. ഞാനിന്ന് ഇന്ത്യൻ സ്റ്റാമ്പുകൾ, ഒരു 10 ഇന്ത്യൻ സ്റ്റാമ്പുകളുടെ ഡീറ്റെയിൽസ് ആണ് മെയിനായിട്ട് വീഡിയോ ആക്കിയിട്ടുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിലും ഡെയിലി ഓരോ 10 സ്റ്റാമ്പുകളും അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. മാക്സിമം ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇതിനോട് താല്പര്യമുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ കയ്യിൽ കുറേ സ്റ്റാമ്പ് എക്സ്ട്രാ ഉണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.